ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ ഇന്നാണ്. ഇന്ത്യൻ ടീം കഠിനമായ പരിശീലനത്തിലായിരുന്നു. ഇപ്പോഴിതാ ഇന്ന് ഇന്ത്യൻ ടീം പരിശീലന മാച്ച് കളിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിലെ താരങ്ങൾ തന്നെ രണ്ട് ടീമുകളെ തിരിഞ്ഞ് ഇൻട്രാസ്കോഡ് മത്സരമാണ് കളിച്ചിരിക്കുന്നത്. സഞ്ജുവിനെ ഇന്നത്തെ മാച്ചിൽ അവസരം കൊടുത്തിരിക്കുകയാണ്. സഞ്ജുവിനെ ഇന്ന് ഇറക്കുമോ ഇല്ലയോ എന്നത് വ്യക്തമല്ല. എങ്കിലും സഞ്ജുവിനെ പരിശീലനത്തിൽ രോഹിത് ശർമ്മ ഇറക്കി. സഞ്ജുവിനെ കളിപ്പിക്കാൻ പദ്ധതി ഉണ്ടെന്നാണ് തോന്നുന്നത്. സഞ്ജുവിൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനാണ് രോഹിത് ശർമ്മ പരിശീലനത്തിൽ സഞ്ജുവിനെ ഇറക്കിയത്. സഞ്ജുവിനെ മാത്രമല്ല ജയ്സ്വാളിനെയും ഇന്ന് പരിശീലനം കൊടുത്തു. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിനെ ഇന്ന് ഓപ്പണിങ്ങിലാണ് രോഹിത് ശർമ്മ പരീക്ഷിച്ചത്. സഞ്ജു ഓപ്പണിങ്ങിൽ തകർത്തടിച്ചു. പരിശീലനത്തിൽ സഞ്ജു ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ ശരിക്കുമുള്ള മാച്ചിൽ സഞ്ജു മികച്ച കളി പുറത്തെടുക്കും. പക്ഷേ രോഹിത് ശർമ്മ സഞ്ജുവിന് ഒരു അവസരം കൊടുക്കുന്നില്ല. സെമി ഫൈനലിലെങ്കിലും സഞ്ജുവിനെ ഇറക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. കോഹ്ലി ആണെങ്കിൽ ഓപ്പണിങ്ങിൽ ഫ്ലോപ്പുമാണ്. ഇന്ന് ജയ്സ്വാളും സഞ്ജു തകർത്തടിച്ചു. നെറ്റ്സിൽ സഞ്ജുവിൻ്റെ ഒരു വിളയാട്ടമാണ് നമ്മൾ ഇന്ന് കണ്ടത്. സഞ്ജു സിക്സറുകൾ പായിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സഞ്ജുവിനെ എന്തുകൊണ്ടാണ് ഇറക്കാത്തതെന്ന് വ്യക്തമല്ല. പരിശീലനത്തിൽ തകർത്തടിച്ചാൽ ആ താരങ്ങളെ ടീമിൽ എടുക്കാറുണ്ട്. പ്ലേയിങ് ലെവലിൽ അവസരം കൊടുക്കും. എന്നാൽ രോഹിത് ശർമ്മ സഞ്ജുവിനെ തഴയുകയാണ്. രോഹിത് ശർമ്മയും ഇന്ന് അടിച്ചു കളിച്ചു. നെറ്റ്സിൽ രോഹിത്തിൻ്റെ ഒരു വെടിക്കെട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇന്ന് ഫ്ലോപ്പായത് കോഹ്ലിയായിരുന്നു. കോഹ്ലിക്ക് ആ പഴയ ടച്ച് വീണ്ടെടുക്കാൻ സാധിക്കുന്നില്ല. കോഹ്ലി സെമി ഫൈനലിൽ ഫ്ലോപ്പായാൽ അത് ഇന്ത്യക്ക് തിരിച്ചടിയാണ്. ബൗളിങ്ങിൽ ജസ്പ്രീത് ബുംറ മികച്ച ബൗളിംഗ് ആണെന്ന് കാഴ്ചവെച്ചത്. അതുപോലെ കുൽദീപ് യാദവും. ഇന്ന് രാത്രി 8 മണിക്കാണ് ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ പോരാട്ടം. ഇന്നത്തെ മാച്ചിൽ മഴ പെയ്യുമെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മഴ പെയ്ത് കളി മുടങ്ങിയാൽ ഇന്ത്യ ഫൈനലിലെത്തും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെമി ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.